പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് തമ്മനയിൽ കണ്ട പോലെയുള്ള അടിപൊളിയായിട്ടുള്ള കീ ചെയിൻ നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന്റെ മേലെ കാണുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് പറിച്ച് കളയുക. അങ്ങനെ ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. 2 കീ ചെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക, അമർത്തി ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഒരു ഹോൾ വരും, അതിൽക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ദാ ഒരു ബോട്ടിൻ്റെ മേലെയും താഴെയും നമ്മളിതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ 3 പീസ് കിട്ടും. ഈ 2 പീസ് കളയാനുള്ളതല്ല, ഇത് വെച്ചിട്ട് വേറെ ഗ്രാഫ്റ്റിംഗ് ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഈ പീസാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കുക. അപ്പം 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തീരെ കട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ജോയിൻ്റ് ഡെസ്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് 2 റൗണ്ട് കിട്ടിയാൽ മതി. അപ്പം എന്താ ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. ഷീറ്റ് നമുക്ക് എന്താക്കാം, കട്ട് ചെയ്തിട്ട് നമ്മുടെ റൗണ്ടിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുക. എങ്ങനെ ഒട്ടിച്ചാലും നമ്മൾ നന്നായിട്ട് നമ്മളത് ഒട്ടണം കേട്ടോ. ഹോളോ കാര്യങ്ങളോ ഒന്നും വരരുത്. അപ്പം ഇതുപോലെ നല്ലോണം രണ്ടും ഒന്ന് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. നന്നായിട്ട് ഇതുപോലെയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കി കൊടുക്കാം. അപ്പം എന്താ ഇതുപോലെ ഒരു പാത്രം പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കളർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം. പകുതി വരെ കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുള്ള സീക്വൻസും മുത്തും കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ പൗഡർ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ റൗണ്ടും ഇതുപോലെയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ആക്കി കൊടുക്കാം. അതിൽ ഞാൻ കുറച്ച് തെർമാക്കോളിൻ്റെ കളർ ബോൾസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി മേൽഭാഗം ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുന്നില്ല. ഫ്ലക്സ് ക്യൂക്ക് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി ഉള്ളിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തും കാര്യങ്ങളും നമ്മുടെ ബോൾസൊക്കെ ഒട്ടിപ്പോട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കതും ഇതുപോലെയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കി. അപ്പം എന്താ ഇതുപോലെയൊക്കെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനപ്പം ആ ജോയിൻ്റ് അടിച്ച അവർക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പശ തേച്ച് നമ്മൾ പശയൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റ് സൈഡിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള കല്ലും മുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഫോം ഷീറ്റ് ഇതുപോലെയൊക്കെ ഒന്ന് വെട്ടിയിട്ട് നമ്മുടെ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ കീ ചെയിൻ്റെ സെറ്റ് തൂക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കുക. ഇതൊക്കെ ഡെക്കറേഷനുള്ളതായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ 2 ഫോം ഷീറ്റ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കീ ചെയിൻ്റെ സെറ്റും കൂടി ഇട്ടാൽ നമ്മുടെ കീ ചെയിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിളാണ് കേട്ടോ. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടോ കാണാൻ. അപ്പം ഇതാ നമ്മുടെ കീ ചെയിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കീ ചെയിൻ്റെ ഫൈനൽ. ഇതാണ് നമ്മുടെ കീ ചെയിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.